Hello everyone, how are you all? Welcome to English with Havish. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ വാക്കുകൾക്ക് മുമ്പിലാണ് പ്രപ്പോസിഷൻ ആവശ്യമില്ലാത്തത് എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ബോർഡിലുള്ള ആ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഐ ഹാവ് എ മീറ്റിംഗ് ദിസ് വീക്ക്. എനിക്ക് ഈ ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഇൻ ദിസ് വീക്ക് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദിസ് എന്ന് പറയുമ്പോൾ, സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനു മുമ്പിൽ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. നമ്മൾ ഇൻ ദിസ് വീക്ക് എന്ന് പറയില്ല, ഓൺ ദിസ് മന്ത് എന്ന് പറയില്ല, അറ്റ് ദിസ് ഇയർ എന്ന് പറയില്ല. അപ്പോൾ ദിസിൻ്റെ മുമ്പിൽ നമ്മൾ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിപ്പോസിഷൻസ് നമ്മൾ ഉപയോഗിക്കില്ല. ഓക്കെ, ബോർഡിലുള്ള അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചു നോക്കൂ. ഷീ റിസീവ്ഡ് ഹെർ അവാർഡ് ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി അവൾക്ക് അവാർഡ് ലഭിച്ചു. സോ നമ്മളിവിടെ ഇൻ ദാറ്റ് നൈറ്റ് എന്ന് പറഞ്ഞില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ദാറ്റിൻ്റെ മുമ്പിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. ഇൻ ദാറ്റ് നൈറ്റ് എന്നോ ഓൺ ദാറ്റ് ഡേ എന്നോ അല്ലെങ്കിൽ അറ്റ് ദാറ്റ് വീക്ക് എന്നോ നമ്മൾ പറയില്ല. ദാറ്റിൻ്റെ മുമ്പിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിപ്പോസിഷൻസ് ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ദേ മൂവ്ഡ് ടു ദുബായ് ലാസ്റ്റ് ജൂലൈ. കഴിഞ്ഞ ജൂലൈയിലാണ് അവർ ദുബായിലേക്ക് താമസം മാറിയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ലാസ്റ്റിൻ്റെ മുമ്പിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. ഇൻ ലാസ്റ്റ് ജൂലൈന്നോ അല്ലെങ്കിൽ ഓൺ ലാസ്റ്റ് മന്തെന്നോ അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് ഇയർന്നോ ഉപയോഗിക്കില്ല. സോ ലാസ്റ്റിൻ്റെ മുമ്പിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രിപ്പോസിഷനും ഇന്നോ ഓണോ അറ്റോ ഒന്നും ഉപയോഗിക്കില്ല. Let's look at the next sentence. She is returning to Kerala next year. അവൾ അടുത്ത വർഷം കേരളത്തിലേക്ക് മടങ്ങും. So the same thing is happening here. Next എന്ന വേർഡിൻ്റെ മുമ്പിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കില്ല. ഇൻ നെക്സ്റ്റ് ഇയർന്നോ ഓൺ നെക്സ്റ്റ് മന്തെന്നോ അറ്റ് നെക്സ്റ്റ് വീക്കെന്നോ ഒന്നും ഉപയോഗിക്കില്ല. ഷീ ഈസ് റിട്ടേണിംഗ് ടു കേരള നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റിൻ്റെ മുമ്പിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് പ്ലേസ് ചെയ്യില്ല സമയത്തെക്കുറിച്ച് പറയുമ്പോൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഷീ ഡ്രിങ്ക്സ് കോഫി എവറി ഡേ. അവൾ ദിവസവും കാപ്പി കുടിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ഷീ ഡ്രിങ്ക്സ് കോഫി എവറി ഡേ. നമ്മൾ എവറിൻ്റെ മുമ്പിൽ പ്രിപ്പോസിഷൻ ഓഫ് ടൈമിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇൻ എവറി ഡേ എന്നോ ഓൺ എവറി നൈറ്റ് എന്നോ അല്ലെങ്കിൽ അറ്റ് എവറി വീക്ക് എന്നോ ഉപയോഗിക്കില്ല. She drinks coffee every day. She drinks coffee every week. അതിനു മുമ്പിൽ ഇന്നോ ഓണോ അറ്റോ നമ്മൾ ഒരിക്കലും ചേർക്കില്ല. Let's have a look at the next sentence. She smiles each time she sees him. അവനെ കാണുമ്പോഴൊക്കെ അവൾ പുഞ്ചിരിക്കും. സോ ഈച്ചിൻ്റെ മുമ്പിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കില്ല. ഇൻ ഈച്ച് ഡേ എന്നോ ഓൺ ഈച്ച് മന്ത് എന്നോ അല്ലെങ്കിൽ അറ്റ് ഈച്ച് വീക്ക് എന്നോ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. Okay, look at the sentence once again. She smiles each time she sees him. In each time എന്നൊന്നും നമ്മൾ പറയത്തില്ല. Okay, let's look at the next word. Next word ഏതാണ്? Today ആണ്. Okay, the meeting was today at 2 o'clock. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു മീറ്റിംഗ്. സോ ടുഡേൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നോ ഓണോ അറ്റോ പ്രിപ്പോസിഷൻസ് ഒന്നും ഉപയോഗിക്കില്ല. സോ ഇൻ ടുഡേന്നോ ഓൺ ടുഡേന്നോ അറ്റ് ടുഡേന്നോ ഉപയോഗിക്കില്ല. ദ മീറ്റിംഗ് വാസ് ടുഡേ അറ്റ് 2 o'clock. അടുത്ത വേർഡ് ഏതാണ്? യെസ്റ്റർഡേ ആയിരിക്കും. അതെ, ഷീ ലെഫ്റ്റ് ഫോർ ഡൽഹി യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. സോ നമ്മൾ യെസ്റ്റർഡേൻ്റെ മുമ്പിലും പ്രിപ്പോസിഷൻസ് ഒന്നും വെക്കില്ല. ഇന്നെന്നോ ഓണെന്നോ അറ്റ് യെസ്റ്റർഡേന്നോ ഒന്നും ഉപയോഗിക്കില്ല. ഷീ ലെഫ്റ്റ് ഫോർ ഡൽഹി യെസ്റ്റർഡേ. അടുത്തത് ഒബ്വിയസ്ലി ടുമാറോ ആയിരിക്കും. യെസ്, ഐ വിൽ കോൾ യു ടുമാറോ. ഞാൻ നിന്നെ നാളെ വിളിക്കാം. സോ ടുമാറോക്ക് മുമ്പിലും ഇൻ ടുമാറോ ഓൺ ടുമാറോ അറ്റ് ടുമാറോ എന്നൊന്നും പറയില്ല. ഐ വിൽ കോൾ യു ടുമാറോ. സോ നോ നീഡ് ടു പ്ലേസ് പ്രിപ്പോസിഷൻ ബിഫോർ ടുഡേ, യെസ്റ്റർഡേ, ടുമാറോ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ വേർഡ്സിന് മുമ്പിലാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാത്തത്? ലുക്ക് അറ്റ് ദ ബോർഡ്. ദിസ്, ദാറ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ്, എവറി, ഈച്ച്, ടുഡേ, യെസ്റ്റർഡേ, ടുമാറോ. വൺസ് അഗെയിൻ പറയൂ. ദിസ്, ദാറ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ്, എവറി, ഈച്ച്, ടുഡേ, യെസ്റ്റർഡേ, ടുമാറോ.
ഈ വേർഡ്സിന് മുമ്പിൽ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ prepositions ഉപയോഗിക്കില്ല. Alright? My friends, I hope this class was useful to you all. So if you have any doubts, you can always ask us in the comment section. And please don't forget to subscribe, share, like and comment. Thank you. Thank you very much. See you next time.